എല്ലാവർക്കും നമസ്കാരം. എ ജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക്, പുതുപുത്തൻ അധ്യായത്തിലേക്ക് സ്നേഹം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ നമ്മളൊരു വിശാലമായ പറമ്പിൽ നിന്നാണ് നമ്മൾ ഈ ഇൻട്രോ എടുക്കുന്നത്. നമ്മുടെ എപ്പോഴത്തെയും ഇൻട്രോ പോലെ ഒരു അമ്പലത്തിൻ്റെ കവാടമോ അമ്പലത്തിനകമോ ആനത്തറിയോ ഒന്നുമല്ല, ഒരു വിശാലമായ പറമ്പാണ്. ഈ വിശാലമായ പറമ്പെന്ന് പറഞ്ഞാൽ ഒരു ആന മുതലാളി അദ്ദേഹത്തിൻ്റെ ആനകൾക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ആനകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. നല്ല വിശാലമായ സ്ഥലമാണ്. അതിൽ കുറേ അധികം അദ്ദേഹം കൃഷികൾ, അല്ലെങ്കിൽ കമുക്, തെങ്ങ്, ഇല്ലാത്തതായിട്ടൊന്നുമില്ല, മാവ്, എല്ലാ സാധനങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വരുന്ന ഒരു സമയത്തേക്ക് ആനകൾ വരികയാണെങ്കിൽ കൂടുതൽ ആനകൾ നിർത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഏകദേശം 5 വർഷമായിട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻ്റർവ്യൂ, അതിലേക്ക് പലപ്പോഴും ഞാൻ വിളിച്ച് സംസാരിച്ച് എല്ലാവരും നീ എപ്പോൾ എവിടെയെങ്കിലും വന്നോ എന്ന് പറഞ്ഞ് പലപ്പോഴും റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ക്യാൻസലായി പോയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ഒന്നെങ്കിൽ ഞങ്ങൾക്ക് സമയം കിട്ടത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമയം കിട്ടത്തില്ല. അങ്ങനെ പലപ്പോഴായിട്ട് ക്യാൻസലായി ഏകദേശം 5 വർഷമായിട്ട് കാത്തിരുന്നൊരു ഇൻ്റർവ്യൂ ആണ് ഇത്. എൻ്റെ സഹോദര തുല്യൻ എന്ന് വേണമെങ്കിൽ പറയാം. സഹോദരൻ എന്ന് തന്നെ പറയാം. എനിക്ക് ഏത് പാതിരാത്രിയിലും, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആനകളെ പറ്റിയുള്ള സംശയമോ അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ കാര്യത്തിലുള്ള ഉറപ്പിന് വേണ്ടിയിട്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അത്രത്തോളം സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ്. വേറെ ആരുമല്ല, ആന ജീവിതം കൊണ്ട് എല്ലാവരുടെ മുമ്പിലും മാതൃകയായിട്ടുള്ള വെളപ്പായ മണികണ്ഠൻ. ശ്രീജിത്ത് എന്ന പേരിൽ നിന്ന് വെളപ്പായ മണികണ്ഠനിലേക്ക് എത്തിയ അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിട്ട് ഇന്ന് നമ്മളോട് മണിയേട്ടനാണുള്ളത്. മണിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കിടക്കാം. ആ ഒരു ആനക്കഥകളിലേക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞില്ല 5 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പം ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. നമുക്ക് തുടങ്ങാം. മണിയേട്ടാ നമസ്കാരം. നമസ്തേ. ഇപ്പം ചെറുപ്പത്തിലെ ഈ ഒരു ഫീൽഡിലേക്ക് ആനപ്രേമം എന്നൊരു വൈകാരികമായ ഒരു സംഭവം കൊണ്ട് വന്നതാണ്. അതെ അതെ അതെ. അപ്പോൾ ചെറുപ്പം മുതൽ ശ്രീജിത്ത് എന്ന് തുടങ്ങി ഇപ്പം വെളപ്പായ മണികണ്ഠൻ എത്തിയിരിക്കുന്നു. വർഷങ്ങൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ തുടക്കം മുതൽ എങ്ങനെയാണ് വന്നത്, ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്, ആനപ്രേമം എന്ന് പറയുന്ന ഒരു വൈകാരികത എങ്ങനെയാണ് ഉള്ളിൽ കുടിയേറിയത്, നമുക്ക് അങ്ങനെ തുടങ്ങാം. ഞാൻ ഒരുപാട് വേദികളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒരു തവണ പറയാൻ ബുദ്ധിമുട്ടില്ല. എനിക്കിതുമായിട്ട് പ്രത്യേകിച്ച് യാതൊരുവിധ പാരമ്പര്യമുള്ള ഒരാളല്ല. ഞാൻ അങ്ങനത്തെ ഒരു സാമ്പത്തികമായോ അല്ലെങ്കിൽ ആനയുമായോ ഒന്നും അടിത്തറയുള്ള പശ്ചാത്തലമല്ല എൻ്റേത്. എൻ്റെ വീടിന് സമീപം ഒരു ആനപ്പറമ്പുണ്ടായിരുന്നു എന്നതാണ് എൻ്റെ തുടക്കം അല്ലെങ്കിൽ എൻ്റെ ഈ ആനബന്ധത്തിൻ്റെ കാരണം. എൻ്റെ വീടിന് തൊട്ടടുത്താണ് തിരുവമ്പാടി ദേവസ്വത്തിലെ ആനകൾ നിന്നിരുന്നത്. അവിടെ പാറമേക്കാവ് ആനയും നിന്നിരുന്നു, പാറമേക്കാവ് ശ്രീ പരമേശ്വരൻ നിന്നിരുന്നു. പിന്നെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത്, അതായത് ഇപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ നമ്മുടെ സ്വന്തമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ശങ്കരമംഗല അമ്പലത്തിൽ ആനകൾ നിന്നിരുന്നു. അപ്പോൾ ഈ പ്രദേശം ആനകൾ നിന്നിരുന്നു സ്ഥലമാണ്. സ്വന്തം സൈക്കിളില്ലായിരുന്നു, സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് മൊത്തം അങ്ങനെ കറങ്ങുക എന്നതായിരുന്നു ഏറ്റവും വലിയ കാര്യം. അങ്ങനെ പിന്നെ തിരുവമ്പാടി ആന എന്ന് പറയുന്ന വീടിന് തൊട്ടടുത്തായിരുന്നല്ലോ. എപ്പോഴും അവിടെ ആനകളെ കണ്ട് ചെറുപ്പത്തിൽ തന്നെ ആനകൾ പോകുമ്പോൾ എങ്ങനെയും പോകുമ്പോൾ പുറത്ത് കയറിയിരുന്നു. ആനക്കാരൊക്കെ ആയിട്ടുള്ള അടുപ്പ്. അന്നത്തെ ആനക്കാർ നമുക്ക് വളരെ ഭാഗ്യം ചെയ്തവരായിരുന്നു. വളരെ പഴയ ആനക്കാരാണ്. സ്വല്പം നമ്മൾ പിള്ളേരോടൊക്കെ സ്വല്പം അനുബന്ധം നല്ല രീതിയിൽ പെരുമാറിയുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ഉണ്ടായൊരു ബന്ധം. ബന്ധം നിസ്സാരമായൊരു വാക്കുകളിലൊന്നും പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന സംഭവമല്ല അത്. അല്ലല്ല. അങ്ങനെ കണ്ടുപഠിക്കാനും മനസ്സിലാക്കാനും അതിനനുഭവിച്ചറിയാനൊക്കെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത്. കേരളത്തിൽ അതിപ്രശസ്തനായ തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പഴയ ചന്ദ്രശേഖരൻ, അതിൻ്റെ പാപ്പാനായിരുന്ന തങ്കപ്പൻ നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആൾ കുറച്ചു കാലം എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം മായന്നൂർ കുമാരൻ നായർ. അപ്പോൾ ഇവരൊക്കെ സഞ്ചരിച്ച കൂടെ നടക്കാനും അവരോടൊപ്പം പെരുമാറാനും അവരാനകളെ പരിചരിക്കുന്നതും ഒക്കെ കണ്ട് മനസ്സിലാക്കാൻ ഭയങ്കര ഭാഗ്യമുണ്ടായി. അങ്ങനെ മനസ്സിൽ കുടിയേറിയ ഇഷ്ടം. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അന്ന് ആന കാണാൻ വന്നിരുന്നു. അവരൊക്കെ നിശ്ചിത കാലം കഴിഞ്ഞപ്പോൾ അടർന്നു പോയി. ഞാൻ അടർന്നു പോയില്ല. അതൊരു ജന്മനിയോഗമാവുന്ന ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. മറ്റുള്ളവരെ അങ്ങനെ കണക്കാക്കുമെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ആനകളെ കാണാനും അടുത്തറിയാനും ഇതൊന്നും ഇപ്പോൾ ഞാൻ കാട്ടിൽ നിന്ന് പിടിച്ചോടുന്നല്ലോ. ഞാൻ അതിന് പല ചോദ്യങ്ങൾക്കൊരു മറുപടി പറഞ്ഞു മാത്രം. എല്ലാവരെയും സന്തോഷപ്പെടുത്തിക്കൊണ്ടും എല്ലാവരും മറുപടിക്ക് ഉത്തരം കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ആനകളാണ് കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. അപ്പോൾ അതിനെ കെട്ടിയിട്ടൊക്കെ നോക്കണം. നല്ല സംരക്ഷണം കൊടുത്ത്
നോക്കാൻ പറ്റണം. അതിലൊരാളാവാൻ ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം ചെറുപ്പം മുതലേ തിരുവമ്പാടിയായിട്ടൊരു ആത്മബന്ധം, തിരുവമ്പാടി എന്നല്ല എല്ലായിടത്തും ഉണ്ടെങ്കിലും തിരുവമ്പാടിയായിട്ട് കൂടുതലായിരുന്നു. അപ്പം ആ ഒരു ആത്മബന്ധം എന്തായിരുന്നു? അവിടുത്തെ ആനക്കാരും ആനകളുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം തുടക്കം എന്ന രീതിയിൽ എന്താ ബുദ്ധിമുട്ട്? തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഡേവിസേട്ടൻ്റെ കുട്ടിശങ്കരൻ, തിരുവമ്പാടി ഉണ്ണികൃഷ്ണൻ, തിരുവമ്പാടി രാമഭദ്രൻ, തിരുവമ്പാടി രാജശേഖരൻ, ശരത്ത് എന്ന് പറഞ്ഞ ഒരു ആനക്കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ആനക്കുട്ടി കുറച്ചു കാലം മാരാത്ത പറമ്പിൽ നിന്നിട്ടുള്ളൂ. വേഗം തിരുവമ്പാടി ശീവേലിക്ക് പോയി. ഇതിൽ ഈ രാജശേഖരൻ ഒഴിച്ചുള്ള എല്ലാ ആനകളുടെ അടുത്തും ഞാൻ ഏത് സമയത്തും അടുത്ത് പോയി പെരുമാറുമായിരുന്നു. രാജശേഖരൻ അടുത്തേക്ക് പോയിട്ട് എന്നെ ഓടിച്ചിട്ടും കുത്തിയിട്ടൊന്നല്ല, ഞാൻ കാണുമ്പോൾ ഒക്കെ ചട്ടമ്പിയാം. ഞാനൊരു കയ്യകലം എന്ന് പറഞ്ഞാൽ അടുത്തൊക്കെ പോയി തിന്നാൻ കൊടുക്കും, പുറത്ത് കറിക്കൊക്കെ ചെയ്യും. പക്ഷെ മറ്റുള്ള ആളുടെ അടുത്ത് ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു. കുമ്പത്ത് പിടിക്കലും ഞണ്ടിലും ഊഞ്ഞാലാടലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഭദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കേടിയായിട്ടൊരു ആനയായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് റിപ്ലൈ തരുന്ന ഒരു ആനയായിരുന്നു. എൻ്റെ അടുപ്പമുള്ള സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. ഈ തിരുവമ്പാടി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആന ഇപ്പം തിരുവമ്പാടി പിടിയാനിക്ക് നിൽക്കുന്ന ഗോപിയേട്ടനൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്നെ കണ്ട അവിടെ നിൽക്കും. എന്നെ കണ്ടാൽ നിന്നിട്ട് ആനക്കാർ അതിൻ്റെ പ്രതിഷേധമൊന്നും കാണിച്ചിട്ടില്ല. അവർക്ക് അറിയാം കൊച്ചിലെ ഉള്ള സ്നേഹമാണെന്നും. അതുപോലെ ശങ്കരവളരെ മണികണ്ഠനായിട്ട് വളരെ വലിയ ബന്ധമായിരുന്നു. വളരെ വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ ആനക്കാരൻ റിജില് അപകടം പറ്റിയിട്ടൊക്കെ ഞാൻ ഒരു 5-8 പൂരങ്ങൾക്ക് ഞാൻ തന്നെ പിടിച്ച് നടന്നിട്ടുണ്ട്. അത്രയും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഡേവിസാറിൻ്റെ കുട്ടിശങ്കരൻ്റെ കഥകൾ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാലൊക്കെ ചെന്ന് വിളിച്ചാൽ ചങ്ങല കൊളത്താനും കാര്യങ്ങൾക്കൊക്കെ സമ്മതിക്കുമായിരുന്നു. തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ ശിവരാത്രിക്കൊക്കെ അന്ന് ഷിബുവേട്ടനായിരുന്നു ആനക്കാരൻ, രാജക്കാട് വിഷയം ഉണ്ടായിട്ട് ഞാൻ വന്നിട്ട് ബന്ധോസാക്കിയത്. ഞാൻ വന്ന് അങ്ങനെ പെരുമാറാൻ സമ്മതിക്കുമായിരുന്നു. ഞാനതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കണം. എന്താ വെച്ചാൽ നമുക്ക് അന്ന് അത്രമാത്രം പക്വതയുള്ള കാലഘട്ടത്തിലല്ല ഇതൊന്നും ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം അറിഞ്ഞില്ലെങ്കിൽ ഇതൊന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. എന്നാലും നമുക്കൊരുവിധമൊക്കെ അറിയാം. അന്നൊന്നും പ്രത്യേകിച്ച് തട്ടുകേടുകളില്ലാണ്ട് പോകാൻ പറ്റി. ആ സഞ്ചാരത്തിൻ്റെ ഒപ്പം നമുക്ക് ഒരുപാട് ആനകളെ, ഞാനും പ്രശാന്തേട്ടനായിട്ടുള്ള ഇടപെടലുകളിൽ ഒരുപാട് ആനകളെ ഞങ്ങൾക്ക് വാങ്ങാനും സംരക്ഷിക്കാനും ഈ ആനകളൊക്കെ ഞാൻ പെരുമാറിയിരുന്നു. അറിയാലോ, കുട്ടോളിയാണെന്നൊക്കെ എനിക്ക് ഏത് സമയത്തും എനിക്ക് സീറ്റിംഗ് ആയിരുന്നല്ലാണ്, ചട്ടമാണ്. എൻ്റെ കൂടെയാണ് ഷർട്ടൊക്കെ നിന്നിരുന്നത്. ഷർട്ട് എന്നല്ല ഞാനാക്കി കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് ആനക്കാർ, ജോക്കർ ജിനീഷ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതോടൊപ്പം എനിക്ക് സ്വന്തമായിട്ട് പെരുമാറാൻ വളരെയേറെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ആനകളത്. ആ ആന ചിറക്കൽ രാജേന്ദ്രൻ ഒക്കെ ഞങ്ങൾ ഇപ്പോൾ ഭാരതിൽ നിൽക്കുന്ന വിശ്വനാഥൻ ആനക്കുട്ടി ഒക്കെ അതിന് ഫുൾ ചട്ടവട്ടങ്ങൾ ഭൂരിഭാഗം ഉറപ്പിച്ചത് എന്നിലൂടെയാണ്. ഞാനാണ് അങ്ങനെ കൊണ്ട് നടന്നിരുന്നു. അല്ലാണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒപ്പം സഞ്ചാരത്തിൻ്റെ ഒപ്പം കിട്ടിയത് തന്നെയാണ്. പിന്നെ ഞാനിതിനെ കാണുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കാരങ്ങൾ തന്നെയാണ് ഈ കാണുന്ന ഉത്സവങ്ങളും. അതെ, എന്താ വെച്ചാൽ ജാതി മതഭേദമന്യേ ആനകൾ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ അതിൻ്റെ ഒക്കെ ഒരു ഭാഗഭാക്കാവാൻ നമുക്ക് പറ്റിയെന്നതും നമ്മളെ 10 ആൾ അറിയപ്പെടാൻ സാധിച്ചതും ആനയാണ്. ആന അല്ലെങ്കിൽ എന്നെ ആരറിയാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. ഉറപ്പാണത്. 100% എന്നെ ആരറിയാനാ? ഞാൻ ഈ ആനകളായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടും ആനകളോട് നല്ല ഇടപെടലിൽ പോകുന്നത് കൊണ്ടും സകല ഉത്സവ മേഖലകളിൽ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നതും ഏറെ അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ കാണുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ നല്ല പശ്ചാത്തലമൊന്നും ഉണ്ടായിരുന്ന ആളല്ല ഞാൻ. വളരെയേറെ ബുദ്ധിമുട്ട് നിറഞ്ഞ മേഖലയോട് ഞാൻ പോയിരുന്നത്. നമുക്കതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടായിരുന്നു. നല്ല സംവിധാനമൊക്കെ ഉണ്ടായി. ഈ കാണുന്ന പറമ്പ് നമ്മുടെയാണ്. എൻ്റെ വലിയ മോഹമായിരുന്നു ആനകൾക്ക് നിൽക്കാൻ മികച്ച രീതിയിലുള്ള തറികൾ വേണം, വിശാലമായ രീതിയിലുള്ള. അതാണ് ഈ തറി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ തറിയുടെ ബാക്ക് സൈഡൊക്കെ മൂത്രം പോകാനൊക്കെ വേറെ ടാങ്കാണ്. അത്രയും കാണുന്ന ആൾക്കാർക്ക് വളരെ ഹൈജീനിക്കാണ്. അത്രയും 13 കൊല്ലമായിട്ട് ആന നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വെച്ചാൽ തീറ്റ ബാക്കി ഒരു വൃത്തികേടോ ഒന്നും കാണില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു മരങ്ങൾ നിറഞ്ഞൊരു കാടായി മാറണം. അതിനുള്ള ശ്രമമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന ഇഷ്ടമുള്ള ആൾക്കാർക്ക് വന്നാൽ കുറച്ച് നേരം ഇവിടെ ഇരിക്കാനും മനസ്സിനെ ഇഷ്ടമുള്ളവർക്ക്, ഇഷ്ടമില്ലാത്തവനിപ്പോൾ ആന ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് വന്ന ആന ഇഷ്ടം ഉണ്ടാവണമെന്നില്ലല്ലോ. പാമ്പാടി രാജന് അല്ലെങ്കിൽ തൃക്കടവൂർ ശിവരാജുവിന് ഇഷ്ടമുള്ള ആൾക്കേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ആനബന്ധമില്ലാത്ത ആൾക്കാർക്ക് അത് ആനയാണോ എന്താണോ എന്ന് അറിയില്ല. അവന് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം, പല രീതിയിൽ അതിനെ എഴുതിയിടാം. ഇപ്പോൾ തന്നെ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ അതിന് പല മറുപടികൾ വരാം. ഞങ്ങൾ എഴുന്നള്ളിക്കുന്നു, ആന പീഡിപ്പിക്കുന്നു എന്ന് പറയാം. അങ്ങനെയൊന്നും അല്ലാത്തൊരു കാലഘട്ടം ഇല്ല. പക്ഷെ ആനകളെ നന്നായി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇപ്പം തിരുവമ്പാടിയിലെ ആനകളുമായിട്ടുള്ള ബന്ധത്തിനുപരി എനിക്ക് തോന്നുന്നു മണിയേട്ടന് ഒരുപാട് ആശാന്മാർ അവിടെ നിന്നുണ്ട്. ഈ ആനപ്പണിയിൽ തന്നെയും ഒരുപാട് ഈ പറഞ്ഞ പഴയ ആനക്കാർ ഇല്ലാതെ പിന്നെ അത്
ആ ഒരു രീതി നോക്കുമ്പോൾ അവിടെ തിരുവമ്പാടിയായിട്ടുള്ള ആനക്കാരായിട്ടുള്ള ബന്ധം, ആത്മബന്ധം അയ്യോ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഞ്ഞി കുഞ്ഞുവഞ്ചേട്ടനായിട്ട് അവിടെ പാല് മേടിച്ചു. നിനക്ക് പരിചയപ്പെടുത്തിയെന്ന് ഞാനാ. അതന്നെ പാല് മേടിച്ചു കൊടുത്ത കഥയൊക്കെ. ഏറ്റവും എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന രണ്ടാൾക്കാർ എന്ന് പറയുന്നത് മായന്നൂർ കുമാരൻ നായർ എന്ന് പറയും. മായന്നൂർ കുമാരൻ നായർ എന്ന് പറയുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ഒന്നാം പാപ്പാനായിരുന്നു. രാജശേഖരനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉണ്ണികൃഷ്ണനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഭദ്രനെ കുറച്ചു കാലം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിപ്രശസ്തനായ ഒരു ആനക്കാരൻ, വിദ്യാസമ്പന്നനായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പിള്ളേർ സെറ്റൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ലഹരി എന്ന് ഉദ്ദേശിക്കുന്ന പ്രത്തമായുള്ള മരുന്നൊന്നല്ല, വല്ല മദ്യം കഴിക്കലുണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ പോലും പറയും ഞങ്ങൾ കുറച്ച് കഴിച്ചിട്ട് കുട്ടികൾ പൊക്കോളൂ എന്ന് പറയും. ഞങ്ങളെ കമ്പനിയിൽ പിടിച്ചിരുത്താറില്ല. ഞാനത് അഭിമാന പുരസ്സരം പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കെ.ടി. നാരായണേട്ടൻ കേട്ടിട്ടുണ്ടാവും. കെ.ടി. നാരായണൻ എന്ന് പറഞ്ഞാൽ ആനക്കാരിലെ ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു. കെ.ടി. നാരായണേട്ടൻ IRDP ലോൺ എടുത്ത് ആനയെ സ്വന്തം മേടിച്ച് കല്ലൂകാരൻ തങ്കപ്പൻ ചേട്ടൻ ഒരു ആന സ്വന്തം മേടിച്ച ആനക്കാരുണ്ടായിരുന്നു. ആ കല്ലൂർ തങ്കപ്പൻ നായരെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആളെ എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരു സ്ഥാനത്ത് കാണുന്ന അല്ലെങ്കിൽ മനസ്സിൽ ഭയങ്കര ഇതിൽ കാണുന്നത് ഈ മായന്നൂർ കുമാരേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ആളുടെ രീതികളും കാര്യങ്ങളും. കുമാരേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ രീതിയായിട്ടല്ല, ഞാൻ ആളും എനിക്ക് നമ്മളൊരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം, അതിൽ നിന്നെല്ലാം കിട്ടും. അദ്ദേഹം ഒരു തിരുവമ്പാടിയിലെ പഴയ കാല സൂപ്രണ്ടായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആനയമ്മന്ന് ഒഴിവായി പോയി. ചന്ദ്രശേഖരൻ വെച്ചാൽ വളരെയധികം പരിചരണം വേണ്ട ഒരു ആന. ചന്ദ്രശേഖരനെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക്, അറിയുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടോ. മരണകാലം വരെ തണ്ടനെല്ലാം മൂടിക്കിട്ടി നിന്നിരുന്ന ശരീരം നന്നായിട്ട് അങ്ങനെ നോക്കി സംരക്ഷിച്ചിരുന്ന തിരുവമ്പാടി ദേവസ്വം സംരക്ഷിക്കുകയും ഇയാളെ ഈ കുമാരേട്ടൻ നന്നായി നോക്കുകയും ചെയ്തിരുന്ന ഒരാൾക്കാരാണ്. കുമാരേട്ടനെ പറ്റി ഇപ്പോഴത്തെ കൊല്ലം രാമകൃഷ്ണനോട് ചോദിച്ച ആൾ പറയും വെള്ളം കൊടുത്താൽ മതി നന്നാവും എന്ന് പറയും. അങ്ങനെ സംരക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ചെറിയൊരു പിണക്കത്തിൻ്റെ പുറത്ത് ആൾ ആനയമെന്ന് അങ്ങനെ ഒഴിവായിപ്പോയി. ഞങ്ങൾ കൊച്ചു പിള്ളേരുകളൊക്കെ ഞാനൊക്കെ ഒരു 8-9 കിലോക്കൊക്കെ ആയിട്ടുണ്ട്. നല്ല ഓർമ്മയാണ്. അദ്ദേഹത്തിന് സൈക്കിളുമ്പോൾ കൊണ്ടാക്കി ഞാൻ മെയിൻ റോഡിലേക്ക്. ആനയമെന്ന് പോകുന്ന ഇനി വരില്ല. അപ്പോൾ നമുക്കൊരു വിഷമം, വേറെ ആർക്കും ശല്യമില്ല. ഒരു പാവം മനുഷ്യൻ ആന എപ്പോഴും കാണും. പിന്നെ നമ്മളിലൊക്കെ ഒരു ആനസ്നേഹത്തിൻ്റെ വിത്ത് വാങ്ങിയ ആൾക്കാരെന്നുള്ള സ്നേഹം ഈ അടുത്ത കാലം വരെ ഞാൻ ആളെ കണ്ടിരുന്ന ആൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്താണ്. ഇപ്പോൾ എനിക്ക് വളരെയേറെ ആത്മബന്ധം ഉണ്ടായിരുന്നു. ഞാനത് അങ്ങനെ പറഞ്ഞാൽ തീരില്ല. പക്ഷെ ആൾ അങ്ങനെ ഒഴിവായി പോയി വീട്ടിലേക്ക്. ഡേവിസ് ചേട്ടൻ എന്ന് പറഞ്ഞ തിരുവമ്പാടി ആനകളോട് പ്രത്യേക സ്നേഹമുള്ള ഒരാൾ തന്നെയായിരുന്നു. അങ്ങനെ ഡേവിസ് ചേട്ടനും ഇപ്പോഴത്തെ ചന്ദ്രശേഖരൻ നടക്കി വെച്ച ഗോപിയേട്ടനും കൂടി ഗോപിയേട്ടൻ്റെ കാറിൽ അങ്ങോട്ട് ചെന്നു. കുമാരൻ നായരുടെ വീട്ടിലേക്ക് പോയി. കുമാരേട്ടൻ്റെ വീട് മായന്നൂരാണ്. അവിടെ എത്തുമ്പോഴേക്കും ആളുടെ വൈഫ് പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ചിട്ട് പോവുക, തിരിച്ചു വരിക. അത്ര ദൂരം, വളരെ ദൂരമുണ്ട്. ഒരു 45 കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരിക്കും അവിടെ. ആനയ്ക്ക് ചോറ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പോകുന്നു. ആനയമ്മൊന്ന് ഒഴിവായി പോയ ആള് വൈകുന്നേരം അതിന് പാൽക്കഞ്ഞി കൊടുക്കുക. അത് ആരെങ്കിലും വരുന്നവരെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. തിരിച്ചു വന്നു. ഇപ്പോഴത്തെ മാതിരി ആനക്ക് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ, ആനയമ്മയ്ക്ക് ചാർജ് എടുക്കണേക്കാൾ മുൻപ് തന്നെ തീയും തീപ്പൊരിയും തീയുണ്ടെന്ന് സ്റ്റാറ്റസ് വരും. ഒഴിവായാൽ ഈ കൂട്ടുകെട്ടി പിരിയുന്ന സ്റ്റാറ്റസ് ആനക്കാരൻ വിചാരിക്കുന്നേക്കാൾ മുൻപ്, ആന അറിയുന്നേക്കാൾ മുൻപ് വരും. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാവും. സോഷ്യൽ മീഡിയ നല്ലതുമാണ്, അതിലേറെ ദോഷമാണ്. നമുക്ക് നല്ലതാണ്, നമ്മൾ നല്ലതല്ല എന്ന് പറയുന്നില്ല. നമ്മൾ എത്ര ആൾക്കാർ അറിയാൻ കാരണം സോഷ്യൽ മീഡിയ ആണല്ലോ. അതിന് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ലേ. അതിൻ്റെ നന്മേനെ കണ്ടെത്തിയാൽ മതിയായിരുന്നു. കുമാരേട്ടൻ തിരിച്ചു വന്നു. അപ്പോഴേക്കും ഡേവിസ് ചേട്ടനും ഗോപിയേട്ടനും സംസാരിച്ചു. പിന്നെ അങ്ങനെ വീണ്ടും വന്നു. അപ്പം അങ്ങനെ ഒരു വൈരാഗ്യം തീർത്ത് പോവല്ലാന്ന്. ഇപ്പോഴത്തെ മാതിരി പല സ്ഥലങ്ങളിലും പല ആനകളിലും നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒഴിവായി പോകുമ്പോൾ കാണുന്ന പ്രതിഭാസങ്ങളൊക്കെ. അങ്ങനെ കുമാരേട്ടൻ തിരുവമ്പാടി എല്ലാവരും ചട്ടായിരുന്നു. ഇതിനോടൊക്കെ ഒരു നല്ല വിദ്യാസമ്പന്നനായിരുന്നു. ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാം. ഇംഗ്ലീഷ് സംസാരിക്കും, തെലുങ്ക് സംസാരിക്കും. നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടമായിരുന്നു. അതുപോലെ കെ.ടി. നാരായണേട്ടൻ്റെ പ്രത്യേകത, കെ.ടി. നാരായണേട്ടൻ ആനകളോടൊക്കെ വളരെ അക്ഷരസ്ഫുടതയിലാണ് സംസാരിക്കുക. ഒരു ആനക്കാരന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആനക്കാരൻ ആനയോട് ഉറച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതൊരു അടിയുടെ പവറാണ്. എന്താ ആന എന്നൊക്കെ അത് അമർത്തി ചോദിക്കുമ്പോൾ തന്നെ അതൊരു ആനക്കാരന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇവരെല്ലാം അന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആശാന്മാരെ കൂടെ നിന്നിട്ടാണ് പാപ്പന്മാരായിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പാപ്പന്മാരാവുന്ന ഈ കാലഘട്ടമല്ലായിരുന്നു അന്ന്. വല്ല കൂപ്പിൽ പണിക്ക് പോവാച്ച കഞ്ഞി വെച്ച് കഴുകാൻ പോകുമ്പോൾ കഴുകാൻ നടന്ന് അങ്ങനെ ഓരോ കാലഘട്ടമായിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പാസ്സാക്കിയെടുക്കേണ്ട ഒരു ബിരുദമാണിത്. അങ്ങനെ പാപ്പാൻ തൊഴിലെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പൂർത്തിയാവില്ല. എന്താ പൂർത്തിയാവുക വെച്ചാൽ ആനകൾ പക്ക മനുഷ്യന്മാരെ പോലെയാണ്. ഓരോ ആനയ്ക്കും ഓരോ സ്വഭാവ രീതികളാണ്. അപ്പം അത് നമ്മൾ ഒരാനയായിട്ട് ഇടപെടുമ്പോൾ അതിൻ്റെ സ്വഭാവ രീതി നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതിനെ പഠിക്കണ്ടേ. പിന്നെ പൊതുവായി ഒരു ആനകൾ വെയിലത്ത് നടന്നു വന്നാൽ കാഞ്ഞൂതി വന്നാൽ വെള്ളം കൊടുക്കാൻ പാടുമോ, ഭക്ഷണം കൊടുക്കാൻ പാടുമോ, ആനൊരു വയറ് ഞെളിവിരി കൊള്ളുന്നതിന് നോവാണോ
ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നല്ല ആൾക്കാരുടെ കൂടെ തന്നെ, നല്ല ആൾക്കാരെന്ന് ഉദ്ദേശിച്ച് നല്ല ഭംഗിയല്ല ഉദ്ദേശിച്ചത്, പണി അറിയാവുന്ന ആൾക്കാരുടെ കൂടെ നടന്ന് പഠിക്കണം. പിന്നെ ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആനയ്ക്കൊക്കെ ഒരു കുറുമ്പ് കാണിച്ചാൽ ഒരു അടി കൊടുക്കാണ്ടൊന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, അമ്മയെ തല്ലിയ രണ്ടുണ്ട് ന്യായം എന്ന് പറയുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ അടി കൊടുത്തത് അതിൻ്റെ ഒരു കുറുമ്പിന് കാണിച്ചതാണെന്ന് പോലും മനസ്സിലാക്കാതെ അപ്പോഴേക്കും വീഡിയോ വരും, ആനയെ അകാരണമായി മർദ്ദിക്കുന്നു. അപ്പോൾ വേറെ ഒരുത്തൻ്റെ അടുത്തത് പ്രധാനമന്ത്രി മുതൽ എല്ലാ തട്ടുകളിലേക്കും പരാതി കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ഓഫീസേഴ്സ് അന്വേഷണമായിട്ട് വരും. അപ്പോൾ നമുക്കൊരു ജോലി ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊപ്പം സഞ്ചരിച്ച് ആ രീതിയിൽ ശ്രദ്ധിച്ച് പണിയെടുക്കാനും കൂടി നമ്മൾ തയ്യാറാവണം. അപ്പോൾ നമുക്ക് കുറേ കാലം കൊണ്ട് മുന്നോട്ട് പോവാം. പിന്നെ എൻ്റെ ഒരു ഇതുമായി ബന്ധമുള്ളൊരു കളരി എന്ന് പറയുന്നത് ഇപ്പോഴും മാരാത്ത പറമ്പ് തന്നെയാണ്. അതിനെ മറന്നുകൊണ്ട് എനിക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല, ഈ മേഖലയിൽ വയ്ക്കാൻ പറ്റില്ല. പിന്നീട് കുമാരേട്ടൻ ചന്ദ്രശേഖരൻ ആന അടിച്ചപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ IRDP ലോൺ എടുത്ത് ആനയെ വാങ്ങിച്ച തങ്കപ്പേട്ടൻ എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ തിരുവമ്പാടി ഇന്ന് യാത്രയിൽ കൊടുത്തതിന് ശേഷം കുമാരേട്ടൻ ചന്ദ്രശേഖരൻ്റെ ഒന്നാം പാപ്പാനായപ്പോൾ കുമാരേട്ടൻ അതുവരെ രാജശേഖരൻ്റെ പാപ്പാനായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കുഞ്ഞുമോൻ ചേട്ടൻ വരുന്നത് അവിടെ. കുഞ്ഞുമോൻ ചേട്ടൻ ആ കാലഘട്ടത്തിൽ ചീരോത്ത് പഴയ രാജീവിൻ്റെ ഒന്നാം പാപ്പാനായിരുന്നു. അങ്ങനെ ഒന്ന് കുഞ്ഞുമോൻ ചേട്ടൻ വന്നപ്പോൾ ഒന്നുകൂടി ഞാൻ പിന്നെ ആനയെ ഡീപ്പായി. കുഞ്ഞുമോട്ടെ അവിടെ ആന എങ്ങനെ മതപ്പാടുന്ന അഴിക്കുമ്പോഴൊക്കെ ഞാൻ തന്നെ പുറത്ത് കയറിയിരിക്കുക, എനിക്ക് പുറത്തൊരാൾ വേണമെന്നൊക്കെ നിർബന്ധമാണ് ഈ രാജശേഖരന്. അപ്പോൾ എനിക്കതൊക്കെ സ്വയം മനസ്സിലാക്കാനും പഠിക്കാനും അത്ര ചെറുതിലെ ഭാഗ്യം ഉണ്ടായിന്ന് പറയാം. പുറത്തൊരാളുണ്ടായാൽ മതി, അപ്പോൾ എന്നെ അത് കയറാന്ന് പറയും, ചാടി കയറിയിരിക്കും. പിന്നെ ആ ഒരു സ്നേഹം ഞാൻ ആളുടെ മരണം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഡെയിലി 5 ലിറ്റർ പാൽ കഞ്ഞി വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം പാൽ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങിച്ച് കൊണ്ടുകൊടുക്കും. പിന്നെ എനിക്ക് പഠനകാലമൊക്കെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വളരെയേറെ ബുദ്ധിമുട്ടുള്ള നമ്മൾ നമ്മുടെ വീട്ടിൽ പോയിരുന്നത്. ഞാൻ അങ്ങനെ ഒരു പാലിൻ്റെ ഏജൻസി എടുത്തു. അപ്പോൾ ഞാൻ ഡെയിലി 10 പാക്കറ്റ് പാല് ഞാനുടെ സ്ഥലത്ത് കൊണ്ടുകൊടുക്കും. അപ്പോൾ മാസം ഒരു പൈസ എടുത്ത് തിരുവമ്പാടിയിൽ നിന്ന് മേടിക്കും. അപ്പം അങ്ങനെയാണ് പോയിരുന്നത് ഞാൻ. അപ്പോൾ എനിക്കതൊക്കെ ഉപകാരം തന്നെയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആനപ്പിണ്ടം മാറ്റാൻ വരെ കരാറെടുത്തിട്ട് 20 രൂപയ്ക്ക് ഡെയിലി. അപ്പോൾ എനിക്കത് പറയാൻ ഒരു മടിയില്ല, 20 രൂപയ്ക്ക്. അപ്പോൾ എന്നെ കാണാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട അർജുൻ ശ്രീധരൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ വന്നപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ വിഷമമൊന്നുമില്ല. ഞാൻ ചെറുതിലെ ഞാൻ ജോലിയിലേ ചെയ്യണം, മോഷണമൊന്നുമല്ലല്ലോ. എനിക്ക് ടെൻഷനായി. അവൻ വളരെ നല്ല ചുറ്റുപാടുള്ള സാഹചര്യത്തിൽ തന്നെ കാണാൻ വന്നതാണ്. അപ്പം ഞങ്ങൾ അന്ന് ഇപ്പോൾ ഈ JCB ഒന്ന് തള്ളി മാറ്റുന്ന പരിപാടികൾ അന്ന് ഞാൻ നമ്മൾ വലിയൊരു കൊട്ടയിലാക്കിയിട്ട് ഞങ്ങളുടെ നാട്ടിലത്തെ 2-3 ചേച്ചിമാരുണ്ട്, LC ചേച്ചി എന്ന് പറയും. പിന്നെ അവരെ ഭർത്താവ് വർക്ക് ചെയ്യട്ടെ, അങ്ങനെ 4-5 പേരോട് പറ്റുമ്പോൾ ഞാൻ എന്നെ കൂടി കൂടുകയും ചെയ്യുന്നത്. നമുക്ക് 20 രൂപ കിട്ടും. ആ 20 രൂപ നമുക്ക് അത്യാവശ്യമായിരുന്നു എന്നതാണ് ഇതിൻ്റെ ഇത്രയും പറയാൻ അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇതൊക്കെ ആയാലും ഞാനൊരു വഴി വിട്ടിട്ടോ ഒരാളെ പറ്റിച്ചിട്ടോ ആയ ഒരു സംവിധാനങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അഭിമാന പുരസ്സരം പറയാം. അതിൻ്റെ ഒരു ബാക്കി പത്രമായിരിക്കാം എനിക്കിങ്ങനെ ആവാൻ പറ്റിയെന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു കുമാരേട്ടൻ്റെ കാര്യം പറഞ്ഞു. അത് KT അടുത്ത കുട്ടിക്കൂടെ നാരായണേട്ടൻ ആളുടെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ മണിയേട്ടനോടും അല്ലെങ്കിൽ ആനയോടും ഇപ്പോൾ കുട്ടിശങ്കരൻ തിരുവമ്പാടി ദേവസ്വരൻ്റെ ആന, കുട്ടിശങ്കരൻ ആന, അതൊരു പ്രത്യേകതരം കോംബോ ആയിരുന്നു. കോംബോ എന്ന് പറഞ്ഞാൽ ആൾ മരിക്കുന്ന സമയത്തും ഈ ആന എന്നെ ചെയ്യാൻ പോകണമെന്ന് ചെയ്യും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോലും മനസ്സിലാക്കിയ ഒരു ആനക്കാരന് വരും. അതിനെക്കുറിച്ച് എന്താണ് മണിയേട്ടൻ, അതെന്താണ് ആളത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ